ഹായ് ഗായ്സ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിക്ഷണറി പറ്റിയായിരുന്നു. ഡിക്ഷണറി തന്നെ എങ്ങനെ ഒരു കീ എക്സിസ്റ്റ് ആണോ, അതേമാതിരി ചേഞ്ച് ചെയ്യൽ എങ്ങനെ, റിമൂവ് ചെയ്യൽ എങ്ങനെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ ഡിക്ഷണറി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുകയാണ്. ഈ വീഡിയോയുടെ നമ്മൾ ഡിക്ഷണറി ശേഷം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിക്ഷണറിന്റെ വേറെ ഡിക്ഷണറി കോപ്പി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി ലിസ്റ്റിൽ നിന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷെ ഡിക്ഷണറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒരു ഡിക്ഷണറി ഉണ്ട്, മൈ ഡിക്ഷണറി, കുറച്ച് ബ്രാൻഡ്, മോഡൽ, ഇയർ ഉണ്ട്. അതിനുശേഷം നമ്മൾ ന്യൂ ഡിക്ഷണറി എന്ന ഡിക്ഷണറിയിലോട്ട് മൈ ഡിക്ഷണറിനെ അസൈൻ ചെയ്യും. നമുക്കറിയാം ഇതെന്താണ്, ന്യൂ ഡിക്ഷണറി എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിൾ ആണ്. അതിലോട്ട് അസൈൻ നമ്മളെ എന്താ പറയാ, ടൈപ്പ് ഫസ്റ്റ് പറഞ്ഞ മാതിരി ടൈപ്പ് ഇങ്ങോട്ട് ബ്രാക്കറ്റിൽ ഡേറ്റ, അപ്പൊ ഡേറ്റ എന്താ, മൈ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഡിക്ഷണറിയാണ്. അപ്പൊ ഈ മൈ ഡിക്ഷണറി തന്നെ ന്യൂ ഡിക്ഷണറിയിലോട്ട് അസൈൻ ചെയ്തു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഓണറാണ് പേര് കൊടുക്കുന്നത്. ഡിക്ഷണറി ഇങ്ങനെയല്ല, നമ്മൾ ആദ്യം ഇങ്ങനെ വെലിവറായിട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, അതൊക്കെ നമ്മൾ അതും വേറൊരു വാല്യൂ കൊടുക്കും. നെയിം ജോണ്, ഏജ് 25, പ്ലേസ് ഇന്ത്യ ആണ് കൊടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു, 2 എന്ന് പറഞ്ഞതിലോട്ട് 1 വെച്ചു. എന്നിട്ട് പ്രിന്റ് 1 കൊടുത്തു. ഇപ്പൊ പ്രിന്റ് ചെയ്യുന്നത് ഇതാണ് 1. ഇനി അതിനുശേഷം എന്ത് ചെയ്തു, നമ്മള് പ്രിന്റ് ജസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യാണ്. നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു വാല്യൂ എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. സ്ട്രിങ് നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ എന്ത് കൊടുത്താലും സ്ട്രിങ് ആയിട്ട് പ്രിന്റ് ചെയ്ത് ജസ്റ്റ് അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇതിന്റെ അടിയിൽ നമ്മൾ പ്രിന്റ് ചെയ്യാൻ 2. ഇവിടെ നമ്മൾ എത്ര ഒരു കാര്യം പറയുക, ഇവിടെ ഇപ്പൊ ഞാൻ പ്രിന്റ് ചെയ്തു, അപ്പൊ ഇത് നേരെ അടിയിൽ വരുന്നതാണ് പുതിയത്. ഇതിപ്പോ ഞാൻ എത്ര സ്പേസ് ഇവിടെ കൊടുത്തുകൊണ്ട് പ്രിന്റ് ചെയ്താലും ഇവിടെ ഒപ്പം തന്നെ വരും കേട്ടോ. കാരണം നമ്മൾ സ്പേസ് ഇങ്ങനെ ചുമ്മാ കൊടുക്കുന്നതിനൊന്നും പൈത്തൺ കൺസിഡർ ചെയ്യൂല. സ്പേസ് കൊടുക്കേണ്ട രൂപത്തിൽ നമ്മൾ സ്പേസ് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു 2. തൽക്കാലം മാത്രം കൊടുക്കണം, ജസ്റ്റ് കാണിച്ചാൽ. അപ്പൊ എന്താണ് നോക്കാം, 2 എന്ന് പറയുന്നതും നെയിം, ജോൺ, ഏജ് 25, പ്ലേസ് ഇന്ത്യ കറക്റ്റ് ആയിട്ട് വന്നില്ലേ. അത് വെച്ച് കഴിഞ്ഞാൽ 1ഉം 2ഉം ഒരുപോലെ ഡാറ്റ. അതിന് അർത്ഥം കഴിഞ്ഞാൽ ഈ 1നെ ഇതിലോട്ട് കോപ്പി ചെയ്ത് വെച്ച്. പക്ഷെ ഈ കോപ്പിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് എന്താ ചെയ്യാം, നമുക്ക് നമ്മൾ ഒന്നിനെ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തും. എങ്ങനെ പുതിയൊരു മാറ്റം വരുത്തി നമുക്കറിയാലോ. 1 കാരണം ഇതിലോട്ട് അപ്ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അപ്ഡേറ്റിൽ എന്ത് ചെയ്തു, പ്ലേസ് ഉള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതേ കീ കൊടുക്കുക, പ്ലേസ് USA ആക്കി. എന്താ ഉണ്ടാകാൻ നോക്കാം. ഒന്നാമത്തെ വാല്യൂ 1 എടുത്തു, 2ലോട്ട് പ്രിന്റ് ചെയ്തു, ലാസ്റ്റ് കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, 1ലോട്ട് USA അപ്ഡേറ്റ് ചെയ്തു. നിങ്ങൾ ഒരു കാര്യം ഓർത്താൻ പറ്റിയില്ല, ഞാൻ 1ലോട്ടാണ് USA അപ്ഡേറ്റ് ചെയ്തത്. അഥവാ ഈ 2ലോട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ 1ലോട്ട് പ്ലേസ് USA അപ്ഡേറ്റ്. അപ്പൊ 1ന്റെ വാല്യൂസ് അതാ നെയിം, ജോൺ, ഏജ് 25, പ്ലേസ് ഇന്ത്യ മാറ്റി USA ആക്കി. ഇനി 2 ഒന്നും ചെയ്തില്ലല്ല, 2 ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കണില്ലേ. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോട്ട് ഇട്ടതിന് ശേഷം ഇതൊന്ന് വായിച്ചു നോക്കാം, ഇതിലും പ്ലേസ് USA ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ അറിയോ, നമ്മൾ കോപ്പി അല്ല ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞതാണ് റെഫറൻസിന്റെ കാര്യം. നമ്മൾ റെഫറൻസ് ഐ ഡി മാത്രമേ കൊടുക്കണേ. ഈ ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, 1 എന്ന ഡിക്ഷണറി നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തപ്പോൾ അതിന്റെ ഒരു റെഫറൻസ് ഐ ഡി ഉണ്ട്. നമുക്ക് എന്തുണ്ട്, ഇപ്പൊ നമ്മളെ ഷെല്ലിലൊക്കെ ഇപ്പൊ നമ്മള് മാളിൽ പോകണ മറ്റേ നമ്മള് ഷൂ റാക്കിലൊക്കെ ഇപ്പൊ ഷൂ വെച്ചു, അതിനൊരു ഐ ഡി തന്നു, അങ്ങനെ പറയണം. അല്ലെങ്കിൽ ഷെൽഫിന്റെ ഉള്ളിൽ ഡയറക്റ്റ് സംഭവം ബാഗ് വെച്ചു, ഐ ഡി തന്നു. ആ ഐ ഡി വെച്ചാണ്ട് ആർക്കും ആ ബാഗ് എടുക്കാം. പിന്നത് 10ാമത്തിലാണ് പറഞ്ഞ ഒരാൾ പോയി ചെന്നാൽ അവരെടുത്തു തരും. അല്ലാതെ അതിനാളെ ഫേസ് ഒന്നും ഓർത്ത് വെക്കണില്ല അവര്. ആ റെഫറൻസ് ഐ ഡി 1ന്റെ റെഫറൻസ് ഐ ഡി 2ന് കൊടുത്തുക. 1ൽ എന്ത് മാറ്റം വന്നാലും 2ലും മാറ്റം വരും. കാരണം എന്താ, 2 എന്താ ചെയ്യണ അറിയോ, 2 ഈ റെഫറൻസ് ഐ ഡി പോയി വിളിക്കുകയാണ്. റെഫറൻസ് ഐ ഡിന്ന് പറഞ്ഞ 1ന്റേതാണ്, സെയിം ഡാറ്റ അല്ലേ, ഡാറ്റ സെയിം ആണ്. ഒരു മാറ്റം, അവിടെ എന്ത് മാറ്റം വന്നാലും ഇവിടെ മാറ്റം വരും. ഇനി നമുക്ക് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1ല് ഏജ് പോയിട്ട് 30 ആക്കി നോക്കാം.
കാരണം ഇൻഡിജർ മതി, മാറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം, പൈത്തണിൽ വെച്ച് കഴിഞ്ഞാൽ 1 by 1 ആയിട്ടുള്ള ആക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഇതെല്ലാം വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? ഇത് ഒന്നിന് ഈ 1 എന്ന ഡിക്ഷണറി അതിന്റെ റെഫറൻസ് ഐ ഡി 2 കൊടുത്ത് ഒന്നിലൊരു മാറ്റം വരുത്തി. അതിനുശേഷം ഒന്ന് പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ ഡാറ്റ വന്നു കഴിഞ്ഞു. അതിനൊരു ഡെമ്മി ഡാറ്റ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ചെയ്ത് കണ്ട് പുതിയ ഡാറ്റ വെക്കൂലല്ലോ. അപ്പൊ കാണിച്ചതിന് ശേഷം ഇത് കാണിച്ചു തന്നു, അതിനുശേഷം 2 കാണിച്ചു തന്നു. അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് ഒന്നിനെ അപ്ഡേറ്റ് ചെയ്യാൻ. സോ അത് ആക്ച്വലി അപ്ഡേറ്റ് ആയിക്കണ്. ഇനിയിപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് ഈ പ്രിന്റ് ഒന്നുണ്ടല്ലോ, ക്ലാരിറ്റിക്ക് വേണ്ടി ജസ്റ്റ് ഇത് ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ട് പ്രിന്റ് ഒന്ന് കൊടുത്ത് ഇപ്പൊ നോക്കാം നമുക്ക്. 30 ആയിക്കണ്, കാരണം അപ്ഡേറ്റ് ആയിക്കണ്. പക്ഷെ ഇത് ഓൾറെഡി പ്രിന്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ആക്ഷന് കാണിക്കുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഇവിടെ 2 ആണ് പ്രിന്റ് ചെയ്യണ വിചാരിച്ചു. മൂന്നാം ഈ ഇത് കഴിഞ്ഞിട്ടുള്ള 2 നോക്കാം. ഏജ് 30 ആണ്. ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ആയി. ഇനി അത് എപ്പോ മെമ്മറിയിൽ അപ്ഡേറ്റ് ആയി. ഇനിയിപ്പോ എപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു വിളിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് 30 ആണ് കിട്ടുക. ഇനി ഈ സെയിം സംഭവം ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊടുന്നാണ് അപ്ഡേറ്റ് ചെയ്യണ്ടെങ്കിൽ ഇനീഷ്യൽ തന്നെ അപ്ഡേറ്റ് ആയി. എല്ലാത്തിനും 1നും 2നും എല്ലാം ഏജ് മാറി. അപ്പൊ നമ്മൾ റെഫറൻസ് കൊടുത്തോണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത്. ചില സമയങ്ങളിൽ നമുക്ക് ഒന്നിന്റെ ഒരു കോപ്പി 2ൽ വെച്ചിട്ട് 2ൽ നമ്മൾ പല ആക്ഷൻസും ചെയ്യും. ഒന്നിന് ഒരു മാറ്റം വരുന്നത് ഒന്നിന് ഓൾഡ് കോപ്പി തന്നെ ഉണ്ടാവണം. അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി എന്ന് പറഞ്ഞ സംഭവം കാണിച്ചു തരാം. ഇപ്പൊ അതല്ലേ മെമ്മറിയിൽ റെഫറൻസ് ആയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സെയിം എന്താ പറയാ പ്ലേസ് നിന്നാണ് നമ്മൾ 2ലോട്ടും ഡാറ്റ എടുക്കുന്നത്. ഇനി നമുക്ക് കോപ്പി ചെയ്യാനുള്ളൊരു മെത്തേഡാണ് കോപ്പി. സിമ്പിൾ ആണ്, കോപ്പി തന്നെ. ഇത് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇവരുടെ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഡാറ്റ കിട്ടും. ഇതിമേ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. കോപ്പി എന്ന് പറഞ്ഞാണ്ട് വിളിച്ച് ഇപ്പൊ ഈ ഒന്നിന്റെ കോപ്പി 2ലോട്ട് പോയി. 1ൽ 2 മാറ്റങ്ങൾ വരുത്തി, 1 പ്രിന്റ് ചെയ്ത് മാറ്റങ്ങൾ കാണും. 2ൽ മാറ്റം വരാൻ പാടില്ല. നിങ്ങള് നെയിം ജോൺ ആണ്, ഏജ് 30 നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത്, പ്ലേസ് US അപ്ഡേറ്റ് ചെയ്ത്. പക്ഷെ ഈ 2 പ്രിന്റ് ചെയ്ത് ഈ ഡോട്ടറിന് ശേഷം ഡോട്ടർ ലൈഫിന് ശേഷം നമ്മൾ 2 പ്രിന്റ് ചെയ്ത് 2ൽ ഏജ് എന്താ നോക്കാം 25, പ്ലേസ് എന്താ ഇന്ത്യ. പക്ഷെ USA പറഞ്ഞതും ഏജ് 30 പറഞ്ഞതും 2ലോട്ട് വന്നില്ല. കാരണം എന്താ, ഇനീഷ്യലി നമ്മൾ ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് വേറൊരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് പുതിയ റെഫറൻസ് ഐ ഡി ആണ് 2ന് കൊടുത്തിക്കണേ. ഒന്നിന്റെ റെഫറൻസ് ഐ ഡി വേറെ, 2ന്റെ റെഫറൻസ് ഐ ഡി വേറെ, ഒരു ബന്ധമില്ല. സോ നമുക്ക് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, 2ൽ നമുക്ക് തോന്നിയമാതിരി എന്ത് മാറ്റങ്ങളും വരുത്താം. നമുക്ക് 2 പിന്നെ ഒഴിവാക്കിയാണ്ട് വീണ്ടും 1ന്ന് പഴയ ഡാറ്റ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. ലൈഫിൽ നമ്മൾ ആലോചിച്ചാൽ മതി, ഒരേ സാധനത്തിന് കോപ്പി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തി അവിടെ മാറ്റം വരും, അത് പ്രശ്നമാണ്. സോ കോപ്പി ഉപയോഗിക്കുക. കോപ്പി മാറി വേറൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം, ഡിക്റ്റ്. ഡിക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട, നമ്മൾ STR ഉപയോഗിച്ചിട്ടുണ്ട് സ്ട്രിങ് ആക്കാൻ വേണ്ടി. ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ഉള്ളിൽ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ആയി കൺവേർട്ട് ചെയ്യുന്ന പറയുന്നത്. അതുപോലെ തന്നെ ഡിക്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ബിൽഡ് മെത്തേഡ്. ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂനെ ഡിക്ഷണറി ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 1 എന്ന് പറഞ്ഞതിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ STR പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ആലോചിക്കാണ്, ചുമ്മാ ട്രൈ നോക്കുക, ഒരു ട്രൈ ചെയ്യാനല്ലോ. ഇതൊരു സ്ട്രിങ് ആയി മാറി. ഇനിയിപ്പോ ഞാന് വേറെ ഒന്ന് കാണിച്ചു തരാം. ഈ സെയിം സാധനം സ്ട്രിങ് ആക്കിയിട്ട് ചിലപ്പോൾ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് എറർ അടിക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ 2നെ ആണ് സ്ട്രിങ് ആക്കിയത്, 1നല്ല. ഇവിടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടാ, ഇതിപ്പോ എന്താ സംഭവിച്ചാല് ഒന്നുകൂടെ ആലോചിച്ചോ ശരിക്ക്. 1 എന്ന് പറഞ്ഞ ഡിക്ഷണറി ആണ്. ഞാൻ STR എന്ന് പറഞ്ഞ മെത്തേഡിന്റെ ഉള്ളിൽ 1 കൊടുത്തിട്ട് 2ലോട്ട് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡിക്ഷണറി എന്താണോ ആ ഡിക്ഷണറിന്റെ ആ വാല്യൂനെ എടുത്തിട്ട് 2ലോട്ട് സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തത്. ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. 2 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് എന്താ നോക്കുന്നത്. 1 എന്ന് പറയുന്ന ഡിക്ഷണറി, 2 എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും. വേണ്ട, 1 എന്ന് പറയുന്ന ഡിക്ഷണറിയാണ് ഏത്, ഈ വാല്യൂ.
അതിന് നമ്മൾ str എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് കൊടുത്തുകാണ്ട് ടൂലോട്ട് കൊടുത്തപ്പോൾ ടു സ്ട്രിങ് ആയി. സ്ട്രിങ്ങിൽ നമുക്ക് അപ്ഡേറ്റ് ഇല്ലല്ലോ. സ്ട്രിങ്ങിൽ നമുക്ക് വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഈ സപ്പർ ഈ സ്ലോവർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സ്ട്രിങ്ങിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല മെത്തേഡ്സിന് ഇമ്പോർട്ടൻസ്. നമ്മൾ ഓരോന്നിനും കുറെ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡ്സ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണ്ട, പക്ഷെ ഏകദേശം ലോജിക് ഉണ്ടായാൽ മതി. ഇന്നതിൽ ഇന്നതൊക്കെ ഉണ്ട്, അല്ല ഓരോന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയണ്ട. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവുക സ്ട്രിങ്ങിൽ ഓരോ മെത്തേഡ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, ആവശ്യം വരുമ്പോൾ കണ്ടെത്തുക, യൂസ് ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഡിക്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആക്കി മാറ്റും. ഇനി ഇത് രണ്ടും പ്രിന്റ് ചെയ്ത 2 ഡിക്ഷണറി ആവും നോക്കിക്കോളി. കണ്ട 2 ഡിക്ഷണറിയാണ്. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഡിക്റ്റ് ഉപയോഗിച്ചപ്പോൾ ഡിക്റ്റ്. ഇനി ഇത് ഞാൻ ലിസ്റ്റ് ആക്കി ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് ആവോ നോക്കുക, ട്രൈയിങ് ആണ്. ലിസ്റ്റിലും ഈ മെത്തേഡ്സ് ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ലിസ്റ്റിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇല്ല. നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കട്ടു. എന്താ ഉണ്ടായെന്ന് അറിയോ, ലിസ്റ്റില് നമ്മൾ ഡിക്ഷണറിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അതിന്റെ കീ മാത്രം എടുത്തിട്ട് ലിസ്റ്റ് ആക്കി മാറ്റി. അത് നിങ്ങൾക്ക് തീർന്ന ഒരു ലേണിംഗ് ആണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് ഒരു ഡിക്ഷണറി ഉണ്ട് വിചാരിച്ചു. ആ ഡിക്ഷണറിനെ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിന്റെ ഉള്ളിലോട്ട് കൊടുത്തിട്ട് ഒന്നിനിട്ട് കഴിഞ്ഞാല് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഇടാൻ മതി. ഈ 1 പറയുന്നത് ഈ വാല്യൂ ആണ്, ഡിക്ഷണറി ആണ്. അതിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിന്റെ ഉള്ളിൽ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് എല്ലാത്തിന്റെ കീ എടുത്ത് നെയിം, ഏജ്, പ്ലേസ്, വാല്യൂ ഇല്ല, കീ മാത്രം. കീ നമുക്ക് അറിയാലോ, കീ മാത്രം എടുത്തിട്ട് 2 കൊടുത്തു ലിസ്റ്റ് ആക്കി മാറ്റി. അതാണ് ഇത് കണ്ട. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഡിക്ഷണറി എന്ന് പറഞ്ഞ മെത്തേഡ്. ഈ ഡിക്ഷണറി പറഞ്ഞ മെത്തേഡ് എന്താണ് കൺഫ്യൂഷൻ വരാക്കാനാണ് ലിസ്റ്റും str കാണിച്ചു തന്നത്. ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പൊ 2 എന്താ ഉണ്ടായി, ഫസ്റ്റ് പ്രിന്റ് ചെയ്ത് 2 എന്ന് പറയുന്നത് എന്താണോ ഈ വാല്യൂ സെയിം ആണ്. കാരണം ഒരു അപ്ഡേറ്റും ഇവിടെ നടന്നിട്ടില്ലല്ലോ, നോക്കാം ഇല്ലല്ലോ. പിന്നെ പ്രിന്റ് 1 ടൈപ്പ് 2 2ന്റെ ടൈപ്പ് ഇവിടെ എന്താ ഡിക്ഷണറി ആണ്. ആ പ്രിന്റ് വെച്ച് അതേ ഫ്ലോ നിങ്ങൾ പോയി നോക്കിയാൽ ഈ 3 കഴിഞ്ഞ് ഏത് ഈ 3. അതിനുശേഷം 2ലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു USA. 2ലോട്ട് 30 അപ്ഡേറ്റ് ചെയ്തു. 2ലോട്ട് 1ലോട്ട് അപ്ഡേറ്റ് ചെയ്തില്ല, അത് ഓർക്കണം. പ്രിന്റ് 1. അപ്പൊ പ്രിന്റ് പഴയ ഡാറ്റന്റെ വരണ്ടേ കണ്ട, നെയിം ജോൺ, ഏജ് 25, പ്ലേസ് ഇന്ത്യ, ഒരു മാറ്റം വന്നില്ല. പിന്നെ ഡോട്ട് ഇത് ഐഫട്ടിന് ശേഷം പ്രിന്റ് 2 അത് വെച്ച് കഴിഞ്ഞാൽ പുതിയ മാറ്റങ്ങൾ പ്രിന്റ് 2ലുണ്ട്. അപ്പൊ USAയും 30 വന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോളേറ്റ് ചെയ്തില്ല, പ്രിന്റ് 1 വേറെയും 2 വേറെ ആയിട്ട് തന്നെ മാറി നിന്ന്. അത്രേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്. ഇത് കൺഫ്യൂഷൻ ആണ്, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ലിസ്റ്റിന്റെ ഉള്ളില് എന്താ വെച്ചാൽ ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്യുക, ChatGPT ഒക്കെ ഉപയോഗിച്ചോ പഠിക്കാൻ വേണ്ടി. എന്താ പറയാ, എങ്ങനെ ഈ ലിസ്റ്റിക്ക് ഈ കീ ഡിക്ഷണറി കൊടുത്തപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് കീ മാത്രം വന്ന് വാല്യൂ വന്നില്ല, ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഞാൻ കാണിക്കുന്നത് എന്തോന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. കുരുട്ടുബുദ്ധി ഉപയോഗിക്കും, ഇതെന്താ അങ്ങനെ ആയി, ഇതെന്താ ഇങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് റിസർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നോളജുകൾ വരും. അപ്പൊ കൂടുതൽ കണ്ടന്റ് പഠിക്കാൻ കഴിയും. അപ്പൊ കോപ്പി ഡിക്ഷണറി ഒക്കെ. ഇനി നെസ്റ്റഡ് ഡിക്ഷണറി. ഡിക്ഷണറി പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഫാമിലി പറഞ്ഞ ഡിക്ഷണറിന്റെ ഉള്ളിൽ വീണ്ടും ഡിക്ഷണറി. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇതിനിപ്പോ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ക്ലാസ് ആയിട്ട് കാണാം. ക്ലാസിന്റെ ഉള്ളിൽ ഓരോ സ്റ്റുഡന്റ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊരു ക്ലാസ് ആണ് ഡിക്ഷണറി. ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ വേറെ ഡിക്ഷണറി ഉണ്ടാക്കാൻ പോണേ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഡിക്ഷണറി ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വിചാരിച്ചു. ഇതൊരു സ്റ്റുഡന്റ് ആയി വിചാരിച്ചു. സ്റ്റുഡന്റ്, ഈ സ്റ്റുഡന്റിനോട് കോപ്പി ചെയ്യുക, കട്ട് ചെയ്യുക, ഇങ്ങോട്ട് ഇതിനോട് കൊടുക്കണം. അപ്പൊ ഡിക്ഷണറിന്റെ ഉള്ളിൽ ഡിക്ഷണറി ആയില്ലേ, എത്ര ആലോചിച്ചാൽ മതി. ഡിക്ഷണറിന്റെ ഉള്ളിൽ വേറെ ഡിക്ഷണറി. ഇനി ഒരു കോമട്ടു, വീണ്ടും ഒരു ഡിക്ഷണറി, വീണ്ടും ഒരു കോമട്ടു, വീണ്ടും ഒരു ഡിക്ഷണറി. അത് ഒരേ വാല്യൂ നമ്മൾ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഡിഫറെന്റ് സ്റ്റുഡന്റിന്റെ പേരൊക്കെ ഡിഫറെന്റ് ആവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പേരൊന്ന് മാറ്റി കൊടുക്കുക. ജോൺ, സലീം, ആതിര. ഓക്കെ, കൺട്രി ജോണിന്റെ തൽക്കാലം വെച്ച് കൊടുക്കാം. 26, 27. റൺ ചെയ്തൊന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല. എന്തോ ഒരു സിൻടാക്സ് എറർ ഉണ്ട്, അതെന്താ നോക്കണം. ഇതിവിടെ ക്ലോസ് ചെയ്ത്. ഓ, സെയിം കീ വാല്യൂ കൊടുത്തു, അതാ പ്രശ്നമായത്. സെയിം കീ വാല്യൂ കൊടുക്കാൻ പാടില്ല. സ്റ്റുഡന്റ് 1, സ്റ്റുഡന്റ് 2,
വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡിക്ഷണറി നമുക്ക് റൂൾ ഉണ്ട്, കീ യുണീക്ക് ആണ്, സെയിം കീ കൊടുക്കാൻ പാടില്ല. അപ്പൊ സെയിം കീ കൊടുത്തപ്പോ എന്താ ഉണ്ടായി, വേറൊരു എറർ ഉണ്ട്. അതെന്താ നോക്കാം. എറർ വരും, കാര്യമാക്കേണ്ട ആവശ്യം. അപ്പൊ നമുക്ക് നോക്കാം, ക്ലാസ്സിൽ ഇത് വന്നു. ഓ, കീ സ്ട്രിങ് അല്ലേ, സ്ട്രിങ് കൊടുത്തില്ല. കീ എപ്പോഴും സ്ട്രിങ്ങിലായിരിക്കണം. അതാ കളർ തന്നെ മാറിയാണ് നിങ്ങള്. ഇനി എറർ വരും, കാര്യമാക്കണ്ട. ഓ, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതിന് മെയിൻ എറർ, ഇതിലൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൽ മെയിൻ ഒരു എറർ വേറെ. ക്ലാസ്, ഇത് നമ്മൾ വേറെ വീഡിയോ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഈ ക്ലാസ് അതേമാതിരി ഡഫ്, ഇപ്പൊ ഫംഗ്ഷൻ കൺഫ്യൂഷൻ ആവണ്ട, ജസ്റ്റ് പറയണേ. ഡഫ്, ഫോർ ലൂപ്പ്, ഇതിന്റെ കുറച്ച് കീവേഡ് ഇല്ലേ, ഫോർ, അത് നമുക്കൊരു ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പാടില്ല. അത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എക്സാമ്പിള് ഈ പൈത്തൺ പറഞ്ഞ അവരൊരു സിസ്റ്റമാണ്. അപ്പൊ അവര് പറയണത് ഈ വേർഡ്സ് ഒക്കെ ഞങ്ങളതാണ്, ഞങ്ങൾ യൂസ് ചെയ്യാണ്, ഇത് ഇനി വേറെ ആരും മന്തിരി യൂസ് ചെയ്യരുത്. ഒരു ഓണർ കൺട്രോൾ ഉള്ള ആള് പറയണ വിചാരിച്ചാൽ മതി. അപ്പൊ അയാൾ ഉപയോഗിച്ച സാധനം നമ്മൾ ഉപയോഗിക്കരുത്. ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻസും ക്ലാസ് ഒക്കെ ഇല്ലേ, ആ ക്ലാസ്സിന് വേണ്ടി അവര് യൂസ് ചെയ്ത പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതുകൊണ്ടാണ് കളർ മാറി. നമ്മൾ അതിനെന്ത് ചെയ്യും, മൈ ക്ലാസ് കൊടുത്തു വെക്കാം. മൈ ക്ലാസ് ഇപ്പൊ എന്തായാലും അവർ ഉപയോഗിക്കില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലാസ് കൊടുക്കാം. മൈ ക്ലാസ് വേരിയബിൾ നെയിം, ഇത് വേരിയബിളിന്റെ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള റൂളാണ്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ലാതെ കൺഫ്യൂഷൻ വരും. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തണിൽ ഒരുപാട് കീവേഡ്സ് ഉണ്ട്, നമ്മളിങ്ങനെ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആവലാണ്. ആ കീവേഡ്സുകൾ നമ്മൾ ഒരിക്കലും വേരിയബിളിന് കൊടുക്കാൻ പാടില്ല. ഇനി എന്താ എറർ വരും നോക്കുക, അടുത്ത എറർ. വന്നോട്ടെ, കാര്യമാക്കണ്ട. ഓ, ഓക്കെ, മിസ്റ്റേക്സ് വരും, നോർമലാണ്. പിങ്ക് കണ്ടില്ല മിസ്റ്റേക്ക് വന്നത്, ഞാൻ ഇഷ്ടം പോലെ ഒട്ടും സംഭവം ചെയ്തിട്ടുണ്ട്, നോർമലാണ്, കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മൈ ക്ലാസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ഈ വേരിയബിളിലോട്ട് നമ്മളൊരു ഡിക്ഷണറിനെ സ്റ്റോർ ചെയ്യും, കറക്റ്റ് അല്ലേ? മൈ ക്ലാസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഡിക്ഷണറി സ്റ്റോർ ചെയ്യണം. നെസ്റ്റഡ് ആലോചിക്കണ്ട, ഒരു ഡിക്ഷണറി സ്റ്റോർ ചെയ്യണം, അതാണ് ഇത്. ഓക്കെ അല്ലേ? ഇനി നമ്മളെ ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യല്, അതിന്റെ റൂൾ എന്ന് പറയുന്നത് കീ കോളൻ. ഈ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്ന റൂൾ അറിയില്ല, ജസ്റ്റ് വേണം നോക്കിക്കാണുന്നു, കൺഫ്യൂഷൻ ഇവിടെ ഞാൻ ചെയ്തപ്പോൾ കൺഫ്യൂഷൻ ആയിക്കണമെന്ന് ചെക്ക് ചെയ്താൽ. കീ കോളൻ വാല്യൂ, കീ കോളൻ വാല്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തിട്ടാണ്ട് ഒരു വേരിയബിൾ വെച്ച് ക്രിയേറ്റ് ചെയ്ത മാതിരി ആയപ്പോൾ അത് ഇതിനുള്ളിൽ കൊടുത്തിട്ടപ്പോൾ കോൺഫ്ലിക്റ്റ് അടിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ഡിക്ഷണറി ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്ത്, അപ്പൊ ഇതൊരു ഡിക്ഷണറി ആയി. ആ ഡിക്ഷണറിയിൽ വീണ്ടും ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കീ വാല്യൂ വെച്ചുകൊണ്ട് ഒരു ഡിക്ഷണറിന്റെ ഒരു കീ അതിന്റെ വാല്യൂസ്, ഡിക്ഷണറിന്റെ ഒരു കീ അതിന്റെ വാല്യൂസ്, ഡിക്ഷണറിന്റെ ഒരു കീ അതിന്റെ വാല്യൂസ്, അങ്ങനെ വരുന്നു. നോക്കുക അടുത്ത എറർ എന്താണ്, അതിൽ എറർ പോയി. എറർ വന്നാൽ നന്നായി, കാരണം നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് എറർ വരുമ്പോൾ കൺഫ്യൂഷൻ, അതെന്താ എനിക്ക് ഇങ്ങനെ എറർ വരുന്നത്, ഇത് നോർമലാണ് എററൊക്കെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ വളരെ റഫർ ചെയ്തിട്ടാവും വരിക. അപ്പൊ ചിലപ്പോൾ എന്താ പറയുക, എനിക്കത് ചിലത് ഞാൻ റഫർ ചെയ്യില്ല, ഇതിപ്പോ ഞാൻ റഫർ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നു. അത്രേ ഉള്ളൂ. നമ്മളതൊന്നും ഒരു ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ ചാറ്റ് വേൾഡാണ്. ഇനി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് സമയം കളയും. ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഗൂഗിളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഹാൻഡിൽ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. ഇപ്പോ മൈ ക്ലാസ് നമ്മളൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. ആ വാല്യൂ വന്നു, ഒരു ഡിക്ഷണറിന്റെ ഉള്ളിൽ ഒരു കീ വാല്യൂ ആയിട്ട് ഇങ്ങനെ കൊടുത്തു. സംഭവം മൈ ഫാമിലി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിന്റെ ഉള്ളിട്ട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ഒരു കീ വാല്യൂ. ഇതിന്റെ ഉള്ളിലും വീണ്ടും കീ വാല്യൂ ആണ്, നെയിം കീ വാല്യൂ വെച്ച് കീ വാല്യൂ ആണ് അതിന്റെ റൂള്. ഡിക്ഷണറിന്റെ ഉള്ളിൽ കീ വാല്യൂന്റെ ഉള്ളിൽ അങ്ങനെ പോവാ. ഇനി ഇപ്പൊ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് മൾട്ടി ഡിക്ഷണറി, വി ക്യാൻ അസൈൻ വേരിയബിൾ. എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ സെയിം സംഭവം ഇവിടെ പുറത്തിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇതിനെല്ലാം പുറത്തെടുത്ത്, ഇവിടെ നമുക്ക് നേരത്തെ കൺഫ്യൂഷൻസ് വന്നു. എന്നിട്ട് എന്ത് ചെയ്യാ, മൈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ പേര് ഒന്നിലോട്ട് ഇത് അസൈൻ ചെയ്തു. ഇപ്പൊ എന്താണ്ടാണ് നിങ്ങൾ ആലോചിക്കണം, കൺഫ്യൂഷൻ വരുന്നത് പറഞ്ഞുതരാം. ഇതൊക്കെ വേറെ ഇതൊരു ബന്ധമില്ല. ഇതിങ്ങനെ ഒരു ടീമാണ്.
ടീം എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു വേരിയബിൾ എടുത്തു, വേരിയബിളിന് ഡബിൾ കോഡ് കൊടുക്കണ്ട, ഒരു വേരിയബിൾ എടുത്തു, അതിലോട്ട് ഒരു ഡിക്ഷണറി അസൈൻ ചെയ്തു. അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾ കോമൺ ഒന്നും ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഒരു വേരിയബിളിലോട്ട് ഡിക്ഷണറി അസൈൻ ചെയ്തു, വേറെ ഒന്നും ആലോചിക്കണ്ട. ഇനി വേറൊരു ഡിക്ഷണറി എടുത്തിട്ട് വേറൊരു വേരിയബിൾ എടുത്തിട്ട് അതിൽ വീണ്ടും ഡിക്ഷണറി അസൈൻ ചെയ്യും. സ്റ്റുഡന്റ് 2 എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിളിലോട്ട് ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു ഡിക്ഷണറി അസൈൻ ചെയ്യുന്നു. വീണ്ടും ഞാൻ ഒരു ഡിക്ഷണറി കൂടി ക്രിയേറ്റ് ചെയ്യാണ് വിചാരിച്ചു. ആ ഡിക്ഷണറി സ്റ്റുഡന്റ് 3 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്റ്റുഡന്റ് 3 എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ഡബിൾ കോഡിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് അവിടെ കൺഫ്യൂഷൻ വന്നത് നമുക്ക് നടത്താൻ. അതിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ വേരിയബിൾ ആക്കി എഴുതി, അതിൻ്റെ ഉള്ളിൽ കീ വാല്യൂ ആയിട്ടല്ലേ എഴുതേണ്ടത്. അപ്പൊ എന്തായി, 3 ഡിക്ഷണറി വന്നു, സ്റ്റുഡന്റ് 1, സ്റ്റുഡന്റ് 2, സ്റ്റുഡന്റ് 3. ഇപ്പൊ ഞാൻ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ഡിക്ഷണറിന്റെ അടുത്തുണ്ട്, ഈ 3 ഡിക്ഷണറിനും കൂടി ഒരു ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും. നേരത്തെ നമ്മൾ എന്താ ചെയ്ത്, ഒരു വലിയ ഡിക്ഷണറി ഉണ്ട്, അതിനുള്ളിൽ 3 ഡിക്ഷണറി ഉണ്ട് എഴുതി, ആ കീ വാല്യൂ വെച്ച് എഴുതി, അത്രേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യുമ്പോൾ 3 ഡിക്ഷണറിന്റെ എന്റെ അടുത്തുണ്ട്, ഞാൻ അതിനെ ഒരു മെയിൻ ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാം. നേരെ ഓപ്പോസിറ്റ് ആണ്, ഡിക്ഷണറിന്റെ ഉള്ളിൽ 3 എഴുതി, ഇവിടെ 3 ഓൾറെഡി കയ്യിലുണ്ട്, അതിനൊരു ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കീ വാല്യൂ ആയിട്ടാണ് എഴുതേണ്ടത്. ഇപ്പൊ നിങ്ങള്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സംഭവം തരാം, പ്രിന്റ് എന്ന് പറഞ്ഞാണ്ട് സ്റ്റുഡന്റ് 1 കൊടുത്തു നോക്കാം, എന്താ കാര്യം, ഈ വാല്യൂ വരും. ഇവിടെ വേറൊരു എറർ ഉണ്ട്, അതെന്താ നോക്കാം, ഇൻഡന്റേഷന്റെ ഇഷ്യൂ ഉണ്ട്. പൈത്തൺ ഇൻഡന്റേഷനിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ഇൻഡന്റ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസിന്റെ ഇഷ്യൂ ഉണ്ടായി. ഓക്കെ, സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പൈത്തണിൽ. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ VS കോഡിലൊക്കെ ഇത് നല്ലതായിട്ടുണ്ടാവും, ഈ ഇതിലായതുകൊണ്ടാണ് കൺഫ്യൂഷൻ കറക്റ്റ് അവിടെ നോക്കിയില്ല. അപ്പൊ കണ്ടില്ല, ഈ സ്റ്റുഡന്റ് 1 നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. അപ്പൊ എന്താ ഉണ്ടായി, ഈ വാല്യൂ ആണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, സ്റ്റുഡന്റ് 1 വിളിച്ചാൽ വാല്യൂ ആണ് വരിക. ഓക്കെ, അത് ഓർത്തിച്ചാൽ മതി, നമുക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഓർത്തിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്തു, കീ കൊടുക്കുകയാണ്, std1 കീ യുണീക്ക് ആയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, ഈ സ്റ്റുഡന്റ് 1 വിളിച്ചു. അത് കഴിഞ്ഞാൽ ഈ പ്രിന്റ് ചെയ്ത മാരിനെ ഇവിടെ വിളിച്ചു. ഇവിടെ വിളിച്ചു കാരണം എന്താ, വാല്യൂ ആണ് വരിക. അപ്പൊ ഇവിടേക്ക് വരുന്നത് ഈ വാല്യൂ ആണ്, അതിനെ ഞങ്ങൾ കാണിച്ചു തന്നത്. ഈ std-ന്റെ ഉള്ളിലോട്ട് ഈ വാല്യൂ മാത്രമേ വന്നത്, കാരണം വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് വരികയുള്ളത്. നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിച്ചു തന്നത്. ഇനി എന്ത് ചെയ്തു, സ്റ്റുഡന്റ് 2 എടുത്തിട്ട് സെയിം സാധനം ഇവിടെ കൊടുത്തു. അപ്പൊ എന്താ, വാല്യൂ വന്നത്. ഇനി std3 കൊടുത്തു, എന്ത് വേണം കൊടുക്കാം, ജസ്റ്റ് കൊടുക്കുകയാണ്, കോളം കൊടുക്കണം. നേരത്തെ നമ്മൾ ഈക്വൽ ടു കൊടുത്തത് മിസ്റ്റേക്ക് ഇനി വരരുത്. മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾക്ക് നല്ല സ്ട്രോങ് ആണ് നമ്മളെ നോളജ്. ഇവിടെ ഒരു കോമ സ്ട്രോങ് പോട്ടെ, റൺ ചെയ്തു. ഇപ്പൊ എന്താണ്, ഈ പ്രിന്റ് കൊടുത്ത് ഒഴിവാക്കുക, കൺഫ്യൂഷൻ കാണണം. ഇത് നമുക്ക് ഇനി ഇല്ല, നമുക്ക് ഈ ഡിക്ഷണറി മാത്രം, മൈ ക്ലാസ് മാത്രം പ്രിന്റ് ചെയ്യണ്ട. std1 എന്ന് പറഞ്ഞാണ്ട് ഈ വാല്യൂ വന്ന്, std2 എന്ന് പറഞ്ഞാണ്ട് ഈ വാല്യൂ വന്ന്, std3 ആണ് വാല്യൂ വന്ന്. ആ വാല്യൂ എങ്ങനെ വന്നത്, നമ്മൾ ഈ സ്റ്റുഡന്റ് 1 വിളിക്കുമ്പോൾ സ്റ്റുഡന്റ് 1 അല്ല വരിക, അതിന്റെ വാല്യൂ വരിക. അതാണ് നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് 1, സ്റ്റുഡന്റ് 2, സ്റ്റുഡന്റ് 3 വിളിച്ചപ്പോൾ അതിന്റെ വാല്യൂ മാത്രം വന്നിട്ട് std കീ ഇവിടെ ഉണ്ടല്ലോ, കീ പ്ലസ് വാല്യൂ ആണ് വന്നത്. കീ നമ്മൾ കൊടുത്തു, വാല്യൂ വന്ന്, കീ നമ്മൾ കൊടുത്തു, വാല്യൂ വന്ന്. വാല്യൂ ഇവിടുന്ന് വരുന്നത് ഇതാണ് വാല്യൂ, ഇതിൻ്റെത്, ഇതിൻ്റെത് സിമ്പിൾ ആണ്, ഒന്ന് ആലോചിച്ചാൽ മതി, കിട്ടും. ഇനി ഇതിന്ന് എങ്ങനെ ആക്സസ് ചെയ്യാനുള്ളത്, ഇപ്പൊ നമുക്ക് ഇതൊരു ഡിക്ഷണറിയാണ്. ഈ ഡിക്ഷണറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചൈൽഡ് 1ന്റെ ഇയർ എടുക്കണം. അപ്പൊ നമ്മളെ കേസിൽ നമുക്ക് സ്റ്റുഡന്റ് 1ന്റെ പ്ലേസ് എടുക്കണം. ആ USA ആണ് ഔട്ട്പുട്ട് വരുന്നു, മൈ ക്ലാസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സ്റ്റുഡന്റ് 1 കൊടുത്ത്. അപ്പൊ എന്താ ചെയ്ത്, സ്റ്റുഡന്റ് 1 എന്ന് പറയുമ്പോ നമ്മൾക്ക് ഇത് ആലോചിക്കണ്ട, ഇത് മാത്രം ആലോചിച്ചാൽ മതി. സ്റ്റുഡന്റ് അല്ല, std1 കീ കൊടുക്കുക, മൈ ക്ലാസിന്റെ ക്ലാസ് ഇത് കൊടുക്കുക, മൈ ക്ലാസ് എടുക്കുക, മൈ ക്ലാസ് ഇത്. നമുക്ക് അറിയാലോ കീ എങ്ങനെ, ഒരു കീ എങ്ങനെ വെച്ച് ചെയ്യാം, സിമ്പിൾ എങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഡിക്ഷണറി ഉണ്ട്, സ്പേസ് ഒരു ഡിക്ഷണറി ഉണ്ട് വിചാരിച്ചോ. ആ ഡിക്ഷണറിയിൽ നിന്ന് വാല്യൂ എങ്ങനെ എടുക്കുക, കീ വെച്ച് ചെയ്താൽ മതി.
അപ്പൊ മൈ ക്ലാസ്സിൽ STD ഒന്ന് പ്രിന്റ് ചെയ്ത് എന്താ ഉണ്ടാകുക നോക്കാം. ഞാൻ ഡിക്ഷണറി തൽക്കാലം ഒഴിവാക്കുകയാണ്. അപ്പൊ ഇത് മാത്രം ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് വാല്യൂ വരും. കാരണം എന്താ, കീ കൊടുത്താൽ വാല്യൂ വരും. അത് നമുക്കറിയാം, ഇഷ്ടംപോലെ നമ്മൾ ചെയ്ത് നോക്കിയാണ്. കീ കൊടുത്തു, വാല്യൂ വന്നു. ഇനി നമുക്ക് ഇതൊരു കീ വാല്യൂ അല്ലേ, വേണ്ട, നെയിം, ഏജ്, പ്ലേസ്, ഇതൊരു കീ വാല്യൂ. നമ്മൾ ചെയ്യുന്ന കീ വാല്യൂ, ഒരു ഡിക്ഷണറിന്റെ കീ വാല്യൂന്റെ ഉള്ളിൽ വീണ്ടും കീ വാല്യൂ കൊടുക്കുക എന്നതാണ് നെസ്റ്റഡ്. നെസ്റ്റഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും കീ വാല്യൂ വന്നാൽ അതെങ്ങനെ വെച്ച് ചെയ്യുക, ഇതിനുള്ളിൽ കൊടുക്കുക, പ്ലേസ്, കീ കൊടുക്കുക വാല്യൂ കിട്ടാൻ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കീ എന്താ, പ്ലേസ്, വാല്യൂ കൊടുക്കുക എന്താണ്, USA വരണം. ഉണ്ടല്ലേ? ഒന്നുകൂടി ആലോചിച്ചാക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇത് മുകളിലൊന്ന് പ്രിന്റ് ചെയ്ത് വേറെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, നമ്മള് STD1 പ്രിന്റ് ചെയ്തു. STD1 എന്ന് പറഞ്ഞ കീ കൊടുത്തപ്പോ അതിന്റെ വാല്യൂ വന്നു സ്റ്റുഡന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, മൈ ക്ലാസ്സില് STDയില് സ്റ്റുഡന്റ് എന്ന ഡിക്ഷണറി, അതൊരു ഡിക്ഷണറി ആണല്ല, ഡിക്ഷണറിന് കീ വാല്യൂ ആണല്ലോ അതിന്റെ ഉള്ളിൽ, ആ ഡിക്ഷണറി എടുത്തിട്ട് അതിന്റെ ഉള്ളിലത്തെ കീ എന്താണോ അത് കൊടുത്തത് വെച്ച് കഴിഞ്ഞാല് ഒന്നിന്റെ നെസ്റ്റഡ് ആയിട്ട്, അപ്പൊ ഒന്നിന്റെ ഉള്ളില് അടുത്തത്. ഇനി ഇതിന്റെ ഉള്ളില് ഇപ്പൊ ഈ സ്റ്റുഡന്റ് ഉണ്ടല്ലോ, ഈ സ്റ്റുഡന്റ് ഒന്ന്, ഇതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡിക്ഷണറി ഉണ്ടല്ലോ, പക്ഷെ നെസ്റ്റഡിന്റെ ഉള്ളിൽ എത്രയും പോവല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യാ, ഇവിടെ വേറൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ ഉള്ളില് ടൈപ്പ് എന്താ വാല്യൂ എന്താണ് അത് അതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ നമുക്ക് കൊടുത്തു പോവാം. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്ക്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തു, മൈ ഫാമിലി എടുത്തു, മൈ ഫാമിലി ചൈൽഡ് 2 എന്താ നോക്കി. അപ്പൊ ഇതിലോട്ട് വന്നു. അപ്പൊ ഇതിന്റെ വാല്യൂ ആയിട്ടില്ല ഈ വാല്യൂ, ഇതിന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൗസ് ചെയ്ത് എന്താ വരുന്നത് അറിയോ, ഈ ഔട്ട്പുട്ടാ വരിക, അബ്രഹാം, നെയിം, ഇയർ. അപ്പൊ അതിന്റെ ഉള്ളിൽ പിന്നെ നമ്മൾ വീണ്ടും നെയിം വിളിച്ചു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താക്കി, നെയിം. അപ്പൊ നെയിമിന്റെ വാല്യൂ എന്താ, അബ്രഹാം വരും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സെറ്റ് ഡീഫാൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. സെറ്റ് ഡീഫാൾട്ട് എന്ന് പറയുമ്പോ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഇതൊക്കെ ഒഴിവാക്കുകയാണ്. നമുക്ക് നെസ്റ്റഡ് വെച്ച് കൺഫ്യൂഷൻ വരണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് തന്നെ എടുക്കാം. നെസ്റ്റഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ഞാൻ ഈ ഒരു ഡിക്ഷണറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരു വാല്യൂ എന്ന് നമ്മൾ ചുമ്മാ സ്റ്റോർ ചെയ്തു, അത്രേ ഉള്ളൂ. സ്റ്റുഡന്റ് 1 ആദ്യം കാണിച്ചു തരാം. നമ്മളെ എന്താണോ ഡിക്ഷണറിന്റെ പേര്, കാറിന്റെ ഉള്ളിൽ സെറ്റ് ഡിഫാൾട്ട് ഒരു മെത്തേഡാണ്, അതങ്ങനെ ആലോചിച്ചാൽ മതി. എന്തിനാണ് ഇപ്പൊ പറഞ്ഞുതരാം. സെറ്റ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു കീ വാല്യൂ, കീ കോമ വാല്യൂ കൊടുക്കുക. ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കീ ഈ ഡിക്ഷണറി ഉണ്ടാ നോക്കും, ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും, ഇല്ലെങ്കിൽ പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. student1 ഡോട്ട് സെറ്റ് ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഉള്ളില് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കോമ ഇട്ട് കൊടുത്താൽ മറ്റേ റൂളാണ്. കൊടുത്ത് എറർ ഒന്നും അടിച്ചില്ല. ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് സ്റ്റുഡന്റ് 1 പ്രിന്റ് ചെയ്യാണ്. നെയിം, ഏജ്, പ്ലേസ്, നമ്പർ. കണ്ട ആ നമ്പർ ഇതിലോട്ട് ആഡ് ചെയ്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമലി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഉണ്ടോ ഇല്ലയോ നോക്കണില്ല, ചിലപ്പോൾ എറർ അടിക്കാൻ ചാൻസ് ഇല്ലേ. ഇവിടെ എന്താ, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്ലേസ് കൊടുത്തു. ഇങ്ങനെ ഒരു മെത്തേഡാണ് അപ്പോൾ യൂസ് ചെയ്യുക. പ്ലേസ് കൊടുത്തുകൊണ്ട് ഇത് കൊടുത്തു. ഇപ്പൊ എന്താ നോക്കാം, പ്ലേസ് USA അപ്ഡേറ്റ് ആയില്ലല്ലോ. അപ്പൊ ഇതിന്റെ റൂൾ എന്താണ്, അതിലുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഈ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. വാല്യൂ എന്താ വരുന്നു, USA. അതെന്താ, പ്ലേസ് അതിലുണ്ടോ, ഉണ്ടെങ്കിൽ അതാ ചോദ്യം, ഉണ്ടെങ്കിൽ എന്താണോ ഡിക്ഷണറിയിലുള്ള വാല്യൂ സ്റ്റുഡന്റ് 1 പ്ലേസിന് എന്താണ് വാല്യൂ USA, അതിനെ ഇതിലോട്ട് കൊടുക്കുക. ഇവിടെ കൺഫ്യൂഷൻ വേണ്ട, എക്സ് വാല്യൂ എല്ലായിടത്തും വാല്യൂ കൺഫ്യൂഷൻ വരും. ഇപ്പൊ സ്റ്റുഡന്റ് 1 സെറ്റ് ഡിഫാൾട്ടിന്റെ ഉള്ളിൽ നമ്മളൊരു കീ കോമ വാല്യൂ കൊടുത്താൽ ആ കീ ആ ഡിക്ഷണറിയിൽ ഉണ്ടോ നോക്കും ഫസ്റ്റ്. ഉണ്ടെങ്കിൽ
അതിന്റെ വാല്യൂ എന്താണോ അത് എക്സിന് കൊടുക്കും. ഇല്ലെങ്കിൽ അതെന്താണോ ഇവിടെ ഇപ്പൊ ന്യൂ എന്ന് പറയുന്നത് എന്താണോ കീ അതേ പ്ലസ് നമ്പറിനെ ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്യും, എക്സിന് കിട്ടും ചെയ്യും. കണ്ട ന്യൂ എന്ന് പറയുന്നത് 81 നമ്പർ കൊടുത്തു. അത്രേ ഉള്ളൂ. അത് ഉണ്ടെങ്കിൽ ആ വാല്യൂ എടുത്ത് തരും, വേറെ ഒന്നും നടക്കൂല. ഇല്ലെങ്കിൽ അതിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കണ്ട് നമുക്ക് ആ വാല്യൂ തരും. അപ്പൊ ഇതൊരു എറർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങാനും ഡിക്ഷണറിയിൽ ആ വാല്യൂ ഇല്ലെങ്കിലോ എറർ അടിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യണ്ട് ആ വാല്യൂ ഇങ്ങോട്ട് തരിക, പുതിയതായിട്ട് ആ ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്ത പുതിയ ഡിക്ഷണറി ഇങ്ങോട്ട് തരിക. ഡിക്ഷണറി നമുക്ക് തരുന്നില്ല, ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. നമ്മൾ എന്ത് ചെയ്ത് തൽക്കാലം എക്സിലോട്ട് അത് സ്റ്റോർ ചെയ്തു, നമുക്ക് ആ വാല്യൂ കിട്ടും. സിമ്പിൾ ആണ്. സെറ്റ് ഡിഫാൾട്ട് ഉണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കുക, ഇല്ലെങ്കിൽ പുതിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട്. സിമ്പിൾ. ഇപ്പൊ ഇത്ര ഉള്ളൂ നമ്മൾ പഠിച്ച മെത്തേഡ്സ്. ആദ്യം എന്താ ക്ലിയർ ഡിക്ഷണറി ക്ലിയർ ചെയ്യുക, കോപ്പി ചെയ്യാന്ന് കഴിഞ്ഞാൽ അതിന്റെ വേറെ കോപ്പി ക്രിയേറ്റ് ചെയ്യുക, അത് ഡിക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുക. ഗെറ്റ് എന്ന് പറയുന്നത് വാല്യൂ കിട്ടാൻ, ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഐറ്റംസ് കിട്ടാൻ, കീ എന്ന് പറഞ്ഞാൽ അതിന്റെ കീസ് മാത്രമായിട്ട് കിട്ടാൻ, പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എലമെന്റ് പോപ്പ് ചെയ്യാൻ, പോപ്പ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലാസ്റ്റത്തെ ഐറ്റം ഡിക്ഷണറി ലാസ്റ്റത്തെ ഐറ്റം പോപ്പ് ചെയ്യാൻ, സെറ്റ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞാൽ അതിലുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കും, ഇല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യും. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാല്യൂ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും, വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂസ് മാത്രം വെച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ കീസ് വെച്ച് ചെയ്യണോ, അല്ല അതൊരു വാല്യൂസ് വെച്ച് ചെയ്യുക, ഐറ്റംസ് വെച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടിന് മെസ്സേജ് ചെയ്യാൻ നമുക്ക് ക്ലിയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഏതായാലും ബൈ.